ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കുറേ നാളായി ചെടി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു അടുത്ത റിലേറ്റീവും അതുപോലെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയായിട്ടുള്ള ഷാഹിനത്തയുടെ വീട്ടിലുള്ള കുറച്ച് ചെടിക്കാഴ്ചകളും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവരുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം ബോഗൺവില്ലയുടെയൊക്കെ ഒരു സീസണല്ലോ, അപ്പോൾ കടലാസ് പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവരുടെ വീട്ടിൽ ഇങ്ങനെ വിരുന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണണം. DTDC കൊറിയർ വഴിയായിരിക്കും അവർ പ്ലാന്റ്സൊക്കെ അയക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെടിക്കാഴ്ചകളും അതുപോലെ തന്നെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണണം. പരമാവധി ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല വർണ്ണമനോഹരമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഈ കടലാസ് പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. കടലാസ് പൂക്കളുടെ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇത് അഡീനിയം പ്ലാന്റ്സൊക്കെ നന്നായിട്ട് കുലകുത്തി പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സൊക്കെ തന്നെയാണ് എല്ലാ പ്ലാന്റ്സും. അതുപോലെ തന്നെ ബോഗൺവില്ലയുടെ അതൊക്കെ ഹാങ്ങിങ് വെറൈറ്റീസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരുടെ ഗാർഡനിലുള്ള ഈ ചെടികളൊക്കെ കണ്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിൻ്റെ പോട്ട് മിക്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസിങ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവർ യൂസ് ചെയ്യാറുള്ളത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചത്, അതുപോലെ തന്നെ കരിയില പൊടിച്ചതൊക്കെയാണ് അവർ ചേർക്കുന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നല്ല ഈ ഒരു വേനൽ സമയത്താണെങ്കിൽ പോലും പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കരിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ചെടികൾക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു വളമായിട്ടൊക്കെ അത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് അഡീനിയം പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഹോയ വെറൈറ്റീസ്, വെർബീന പ്ലാന്റ്സ്, അതുപോലെ തന്നെ കടലാസ് പൂക്കളൊക്കെ വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കടലാസ് പൂക്കളുടെയൊക്കെ ചെടികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതവർക്ക് കൊറിയർ ചെയ്യാൻ അത്ര താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കടലാസ് പൂക്കളുടെ ചെടികൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് അഗ്ലോണിയം പ്ലാന്റ്സ് ആണ്. അഗ്ലോണിയം പ്ലാന്റ്സ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അഗ്ലോണിയയുടെ എല്ലാം നല്ല പുതിയ പുതിയ കളക്ഷൻസ് തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത്. സ്റ്റാർ ഡസ്റ്റ്, അതുപോലെ തന്നെ റൈസ്ന റൊലീഫ്, അതുപോലെ തന്നെ സ്പാർക്ലിങ്, വാലന്റൈന്, സ്നോ വൈറ്റ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. എല്ലാ ചെടികളുടെയും ഐഡിയ ഒന്നും എനിക്ക് അറിയില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ സെയിം പ്ലാന്റ്സൊക്കെ തന്നെയാണ് അവർ അയച്ചു തരുന്നത്. ഈ ഒരു സെയിം സൈസിലുള്ള ഈ സെയിം പ്ലാന്റ്സൊക്കെ തന്നെയാണ് അവർ അയച്ചു തരിക. അതുപോലെ തന്നെ ജയ്പോങ് റെഡ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ തന്നെയാണ്. ഡാൽമേഷ്യൻ, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉണ്ട്. പ്ലാന്റ്സൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, അപ്പം കൂടുതൽ എണ്ണം ഉണ്ടാവില്ല. അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അവരുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആർക്കും നല്ല ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം, ഒരു പേടിയും വേണ്ട. DTDC കൊറിയർ വഴിയായിരിക്കും അവർ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്ലാന്റ്സൊക്കെ ഓരോന്നായിട്ട് തന്നെ ഫോട്ടോ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് അഗ്ലോണിമയുടെ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ബിർക്കിൻ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് അഗ്ലോണിമയുടെ എലൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. അടുത്തത് അഗ്ലോണിമയുടെ വിദൂരി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല ഡിമാൻഡിൽ ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു വെറൈറ്റിയുടെ ഒന്നും ഐഡിയ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പ്ലാന്റ്സൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ബൊഗൺവില്ലയുടെയൊക്കെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്കത് ബൊഗൺവില്ല കൊറിയറായിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഓഫ്ലൈനായിട്ട് വീട്ടിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഗ്ലോണിമ ചെടികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചെടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും.
ചെടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെടിക്കാഴ്ചകളും അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും ഒരു മടിയും കാണിക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ തന്നെയാണ് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനുള്ള മോട്ടിവേഷനൊക്കെ തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോസൊക്കെ കാണാറുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസ് ആയിട്ടൊക്കെ വരാം. Thank you.